അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിബന്ധനകൾക്ക് വഴങ്ങാതിരുന്ന ഇറാനെ ആക്രമിച്ചത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിലെ സൈനിക നടപടിയിലാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലെ മറ്റൊരു പേര് മാത്രം. ലക്ഷ്യം ഇറാനെ തളർത്തൽ. പക്ഷേ രണ്ട് ഓപ്പറേഷനുകളും വിഫലമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തിൽ നശിപ്പിച്ചുവെന്ന് പറഞ്ഞ ആണവ പദ്ധതി തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിനും അമേരിക്ക ഉന്നയിച്ച പ്രധാന കാരണം. ഇപ്പോഴും ആണവ സമ്പുഷ്ടീകരണത്തിൽ തങ്ങളുടെ നിബന്ധനകൾക്ക് വഴങ്ങണമെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇറാന് കുലുക്കവുമില്ല. യുദ്ധം 2 മാസം കടന്നതോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കൻ കോൺഗ്രസ് അനുമതി നൽകുന്നുമില്ല. ഒടുവിലിതാ ആ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. എപ്പിക് എന്നാൽ ഇതിഹാസം, ഫ്യൂറി എന്നാൽ ക്രോധം. ട്രംപിന്റെ ഇതിഹാസ ക്രോധം അങ്ങനെ തന്നെ അണഞ്ഞുപോയിരിക്കുന്നു. ഇറാനുമായി കരാർ ഏകദേശമായി എന്നതാണ് ട്രംപ് പറയുന്ന കാരണം. പാകിസ്ഥാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചുവെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ആണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിച്ചു എന്ന് മനസ്സിലാക്കണം. പക്ഷേ അത്ര ലളിതമല്ല യുദ്ധം മതിയാക്കൽ എന്ന് സാധാരണക്കാർക്ക് പോലും അറിയാം. യുദ്ധം ആരംഭിക്കും മുൻപ് US പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യവും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് അമേരിക്ക ഇപ്പോൾ എത്തി നിൽക്കുന്ന ലക്ഷ്യം ഹോർമൂസ് കടലിടുക്ക് തുറക്കലാണ്. യുദ്ധം ആരംഭിക്കും മുൻപ് പറഞ്ഞത് ഇറാനിൽ ഭരണമാറ്റം സാധ്യമാക്കും, ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെപ്പിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇത് രണ്ടും സാധ്യമായിട്ടില്ല. ഭരണം മാറ്റാൻ ആയത്തുള്ള അലി ഖമനിയെ വധിച്ചപ്പോൾ പകരം മുജ്തബ ഖമനിയെ സുപ്രീം ലീഡറാക്കി ഇറാൻ തിരിച്ചെത്തിച്ചു. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. യുദ്ധം തുടങ്ങും മുൻപുള്ള ഇറാന്റെ ആണവശേഷി ഇപ്പോഴും അതേപടി തുടരുന്നു എന്ന റിപ്പോർട്ട് നൽകിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ്. ഇതും ലക്ഷ്യം കൈവരിച്ചു എന്ന അമേരിക്കയുടെ അവകാശവാദത്തിന് എതിരാണ്. ഇറാൻ യുദ്ധത്തിൽ കടുത്ത നിലപാടുകളിൽ നിന്ന് പലകുറി പിന്നാക്കം പോയ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വല്ലാതെ അയയുന്നതാണ് ലോകം കാണുന്നത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഡൊണാൾഡ് ട്രംപും ഇറാനെതിരായ സൈനിക നടപടിയായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചതായി പ്രഖ്യാപിച്ച മാർക്കോ റൂബിയോയും നൽകുന്ന സൂചന യുദ്ധം മതിയായി എന്നാണ്. എങ്ങനെ എന്ന് വ്യക്തമല്ല എങ്കിലും ഇറാനുമായി എത്രയും വേഗം തന്നെ ഒരു കരാർ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇറാനുമായി അന്തിമ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടികളിൽ നിന്ന് പിന്നാക്കം പോകാൻ അമേരിക്ക തീരുമാനിച്ചത്. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ മോചിപ്പിക്കുന്ന പ്രോജക്ട് ഫ്രീഡം നിർത്തിവെച്ചു. അതേസമയം ഇനി അമേരിക്കയ്ക്ക് നേരെ പ്രകോപനമുണ്ടായാൽ മാത്രമേ ഇറാനെ ആക്രമിക്കുകയുള്ളൂ എന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് പശ്ചിമേഷ്യൻ മേഖലയിൽ അന്തിമ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നു എന്നതിലേക്കാണ്. വലിയ പ്രതീക്ഷയിലാണ് ലോകവും. ഹോർമൂസിൽ ഇറാന്റെ ഉപരോധത്തിൽ കുടുങ്ങിയ കപ്പലുകളെ പുറത്തെത്തിക്കുന്നതിനാണ് ഡൊണാൾഡ് ട്രംപ് ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ സൈനിക നടപടി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ നാവികസേനയുടെ എസ്കോർട്ടിൽ കപ്പലുകൾ ഹോർമൂസ് കടത്തുന്നതായിരുന്നു പദ്ധതി. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രോജക്ട് ഫ്രീഡം തടഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പോലും തികയും മുൻപാണ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റമെന്നും ഓർക്കണം. സൈനിക നീക്കം തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ അത് നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും ഇറാനുമായുള്ള ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതിനാലുമാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അന്തിമ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന് പരിശോധിക്കുന്നതിനായി പ്രോജക്ട് ഫ്രീഡം കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുമുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ചില പ്രസ്താവനകൾ അമേരിക്കൻ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ബോട്ടുകളും മിസൈലുകളും ഡ്രോണുകളും ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് തകർത്തതായി US സേന അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഹോർമൂസിലെ നിയന്ത്രണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാപ്പ് ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. തങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾ നടപടി നേരിടേണ്ടി വരുമെന്ന് IRGC കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു. ഇത് മേഖലയിൽ സംഘർഷ സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രോജക്ട് ഫ്രീഡം നിർത്തിവെക്കാനുള്ള ഉത്തരവ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടെ സമാധാന ചർച്ചകൾ ഒന്നുകൂടി വേഗത്തിലാകുമെന്ന പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സമാധാന ചർച്ചകൾക്കായി ഇറാൻ കഴിഞ്ഞ ദിവസം 14 നിർദ്ദേശങ്ങൾ ട്രംപിന് കൈമാറിയിരുന്നു. അതെല്ലാം ട്രംപ് തള്ളിക്കളഞ്ഞു.
നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതുമാണ്. ആണവ കരാറാണ് ചർച്ചകളെ വഴിമുട്ടിക്കുന്ന ഘടകം. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരിട്ടുള്ള ചർച്ച ഏപ്രിൽ 12-ന് ശേഷം നടന്നില്ല എങ്കിലും പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ യുറേനിയം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഒരർത്ഥത്തിൽ ഇറാന് മുന്നിൽ പരാജിതരായാണ് യുഎസിന്റെ മടക്കം എന്ന് എപ്പിക് ഫ്യൂരി അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനത്തിന്റെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാം. സൈനിക ആക്രമണ നടപടികൾ അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കടലിടുക്കിലെ നിയന്ത്രണത്തിന്റെ വ്യാപ്തി ഇറാൻ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമത്തിന് അവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഇറാൻ ഹോർമൂസ് അടച്ചത് ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല. ഇതോടെ ലോകത്തിലെ ഇന്ധന വിതരണത്തിന്റെ 1/5 തടസ്സപ്പെട്ടു. ഇത് ആഗോളതലത്തിൽ എണ്ണ, വളം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിലകൾ കുതിച്ചുയരാനും ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണിയിലാകാനും കാരണമായി. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തെത്തിയത്. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇറാൻ തങ്ങൾക്കെതിരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന UAE-യുടെ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്നും UAE ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 1 ഡസനിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും UAE ലക്ഷ്യമിട്ട് എത്തിയെന്നാണ് UAE ആരോപിക്കുന്നത്. ആക്രമണങ്ങളെ ചെറുത്തതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിനിടെ പറക്കം ഗ്യാസ് ടാങ്കർ എന്നറിയപ്പെടുന്ന അമേരിക്കൻ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായിട്ടുണ്ട്. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനമാണ് കാണാതായത്. ഖത്തറിന് മുകളിൽ വെച്ച സിഗ്നലുകൾ നഷ്ടമായി എന്നും ഇതിന് തൊട്ടു മുൻപ് അപായ സൂചനയായ 7700 ട്രാൻസ്പോണ്ടർ സിഗ്നൽ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എഞ്ചിൻ തകരാർ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് 7700 സിഗ്നൽ നൽകാറുള്ളത്. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.